ഹലോ, ഇന്നൊരു മോരുകറി ഉണ്ടാക്കിയാലോ? അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു അരമുറി വെള്ളരിക്ക, നിങ്ങൾക്ക് ചേനയോ കുമ്പളങ്ങയോ എന്താ വെച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കിയ വെള്ളരിക്ക കുക്കറിലേക്കിട്ട് അതിലേക്ക് ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് വെള്ളം, ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ 4 വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, അത് എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ, വലുതായതുകൊണ്ട് അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ജാറിലേക്ക് തേങ്ങ, ഒരു പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായി അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക, വെള്ളം ആവശ്യത്തിന് ചേർത്ത്. എനിക്കൊരു 5 വിസിലേ ആവശ്യം വന്നിട്ടുള്ളൂ ഇത് വേവാനായിട്ട്. ഇനി ഇത് വറവിടാനായിട്ട് ഈ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് കടുക്. ഞാൻ മാറ്റി വെച്ച നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളക് നടുക്കീറി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് മൂത്ത് വന്ന സമയം നോക്കി വേവിച്ച് വെച്ച നമ്മുടെ വെള്ളരിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അരച്ച് വെച്ച തേങ്ങ. ബാക്കി വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മോരാണ്. മോര് തേങ്ങ അരക്കുന്നതിൻ്റെ ഒപ്പം ഒഴിക്കുന്നവരുണ്ട്, പക്ഷെ ഞാനത് എല്ലാം കൂടി ലാസ്റ്റാണ് മോര് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടി കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് മോര് ചേർക്കുക. പിന്നെ ഉപ്പ് നോക്കി ഉപ്പ് അവസാനം ചേർത്ത് കൊടുക്കുക. മോര് തിളക്കാൻ പാടില്ല, തിളക്കാണ്ട് നോക്കണം. അങ്ങനെ മോര് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലാവില്ല വെക്കുക, എല്ലാവർക്കും പല രീതിയിലായിരിക്കും, പക്ഷെ ഞാൻ ഈ രീതിയിലാണ് വെക്കാറ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.